ട്രംപണ്ണനോട് കുറച്ച് കാര്യങ്ങളെ പറയാനുള്ളൂ. അതായത് ട്രൈ നോട്ട് ടു ഷോ യുവർ സെൽഫ് ടു ഹാപ്പി, ഹാവ് എ ലിറ്റിൽ പ്രസ്റ്റീജ്. അങ്ങനെ കൂടുതൽ ഹാപ്പിയാണെന്നൊന്നും കാണിക്കണ്ട, കുറച്ചൊക്കെ ഒരു അന്തസ് കാണിക്കും. രണ്ടാമത്തത്, നെവർ നെവർ തിങ്ക് ടു ദ ന്യൂ ലീഗൽ റെജീം ഓഫ് ദ സ്ട്രൈറ്റ് ഓഫ് ഇറാൻ, വി വിൽ ഫിക്സ് ഇറ്റ്. മൂന്നാമത്തത്, ടേൺ ഓഫ് ദ ഫോൺ, റിലാക്സ്, നോ മോർ പോസ്റ്റ് ആൻഡ് ബ്ലോക്ക് ബി ഫോർ 1 വീക്ക്. ഫോണൊക്കെ ഒന്ന് ഓഫാക്കി ഒന്ന് റിലാക്സ് ആയിട്ട് ഒരാഴ്ചക്ക് ബിബിൻ്റെ മെസ്സേജ് കൊടുക്കണ്ട, ബിബിന്ന് വരുന്ന ഫോൺ കൊടുക്കണ്ട. അടുത്തത്, ഈറ്റ് എ ലൈറ്റ് ഡിന്നർ ആൻഡ് സ്ലീപ്പ് വെൽ. ഒരു ചെറിയ അത്താഴമൊക്കെ കഴിച്ച് സമാധാനമായിട്ടൊന്ന് കിടന്നുറങ്ങും. ഇത് ആരോട് പറഞ്ഞതെന്ന് മനസ്സിലായല്ലോ. ഇറാൻ എംബസി സിംബാബ്വെ ഈ ട്രംപണ്ണനോട് പറഞ്ഞ സാധനമാണത്. എ ഗ്രേറ്റ് ആൻഡ് ബ്രില്യൻ ഡേ ഫോർ ദ വേൾഡ്, ഡൊണാൾഡ് ട്രംപ്. ആ പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് ഇറാൻ എംബസി പറഞ്ഞ സാധനമാണത്. അതായത് എന്തൊക്കെയോ എക്സിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ട്രൂത്ത് സോഷ്യൽ അക്കൗണ്ട് ഒന്ന് പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറേ നന്ദി പ്രസംഗങ്ങളും, ഞങ്ങൾ അത് ചെയ്തു, ഞങ്ങൾ ഇത് ചെയ്തു, ഇതേ ഇറാൻ അത് ചെയ്യാൻ പോകുന്നത്, ഇതേ ഞങ്ങൾ ചോദിച്ചിട്ട് ഞങ്ങൾ എല്ലാം സെറ്റാണ്, അതേ ഞങ്ങളിപ്പോൾ ചപ്പൻ്റെ ഫോം വിളിച്ച് വെച്ചിട്ടേ ഉള്ളൂ, ഇതേ എല്ലാം സെറ്റാണ്. അതായത് ആ മറ്റേ മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു എന്ന് പറഞ്ഞ സിനിമയിൽ ശ്രീനിവാസൻ ചെയ്ത റോൾ ഉണ്ടല്ലോ, മറ്റേ ഇയാളുടെ ക്ലാസ്മേറ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് തമിഴ്നാട്ടിലെ ഒരു മന്ത്രിയുടെ അതേ പണിയാണ്. അതെ ഞാനിപ്പോൾ ഇതേ നമ്മുടെ ഷീ ജിൻപിങ്ങിനെ ഇപ്പോൾ വിളിച്ചിട്ടുള്ളൂ, എല്ലാം സെറ്റാണെന്നേ. ആ കൈൻഡ് ഓഫ് സാധനം ഞാനിപ്പോൾ പറഞ്ഞ സാധനമല്ലേ, അതിനെ ട്രോളുന്നുണ്ട് ഇറാൻ എംബസി ഹംഗറിയിലുള്ള ഇറാൻ എംബസി. അതായത് അവരെ ഒരു പിക്ചറാണ് അവർ കൊടുത്തേക്കുന്നത്. അതായത് ട്രംപണ്ണൻ പറയണേ, ഐ മേഡ് എ ഡീൽ വിത്ത് ഷീ ജിൻപിങ്. അപ്പോൾ അപ്പുറത്ത് എന്താണ് ഷീ ജിൻപിങ്, നോ ഐ ഡോണ്ട്, ഇല്ല ഞാൻ അങ്ങനെ ഒന്നും കൊടുത്തിട്ടില്ല. അതായത് ഞാൻ ഷീ ജിൻപിങ്ങുമായിട്ടൊരു ഡീലിലെത്തി, ഇല്ല ഞാൻ ഡീലൊന്നും കൊടുത്തിട്ടില്ല. അടുത്തത് മോദിനോടാണ് പറയുന്നത്, ഐ നെഗോഷിയേറ്റഡ് സീസ് ഫയർ. വെടിനിർത്തൽ ഞാനാണ് ഇടപെട്ടത്, ഞാനാണ് അത് നിർത്തിച്ചത്. നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിൽ വെടിനിർത്തൽ എന്താ പറയുക ഇടപെട്ടത് ട്രംപണ്ണനാണെന്ന് പറയുന്നത്, അത് ഞാനാണ്. അപ്പോൾ നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോദി, നോ ഹി ഡിഡ്ന്റ്, പുള്ളി അങ്ങനെ ഇടപെട്ടിട്ടൊന്നുമില്ല, അത് അമേരിക്ക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ഇന്ത്യ പറഞ്ഞേക്കുന്നത്. അടുത്തത് ഇറാനോടാണ്, ഇറാൻ കോൾ മീ, ഇറാൻ എന്നെ വിളിച്ചായിരുന്നു. അപ്പോൾ ഇറാനിലെ പക്ഷെ പെസസ്കിയാനെ പറയണേ, നോ വി ഡിഡ്ന്റ്, ഞങ്ങൾ വിളിച്ചിട്ടൊന്നുമില്ല. അടുത്തത് പുടിനാണ്, പുടിൻ കോൾ മീ ജീനിയസ്, പുടിൻ എന്നെ ഭയങ്കര ജീനിയസ് എന്ന് വിളിച്ചു. അപ്പോൾ പുടിനും പറയാണ്, നോ ഐ ഡിഡ്ന്റ്, ഞാൻ വിളിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇങ്ങേര് ലോകത്തിൽ ക്ലെയിം ചെയ്തിട്ടുള്ള കുറേ സാധനങ്ങളാണ്. ഈ ക്ലെയിമുകളൊന്നും തന്നെ ഒരു രാജ്യം ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. എന്തൊക്കെ, ഷീ ജിൻപിങ്ങുമായിട്ട് ഡീലെത്തി എന്ന് പറഞ്ഞു പുള്ളി, ഷീ ജിൻപിങ്ങും ചൈനയും പറഞ്ഞു ഇല്ല അങ്ങനത്തെ ഡീലൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ നെഗോഷിയേറ്റ് ചെയ്ത്, അതായത് ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുമായിട്ടുള്ള നെഗോസിയേഷൻ, അതായത് അതിൽ ഇടപെടുകയും അത് സീസ് ഫയർ നിർത്തിച്ചത് ഞാനാണെന്ന് പറഞ്ഞു. ഇന്ത്യ പറഞ്ഞു ഇല്ല അങ്ങനെ ആരും ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നുള്ളത് പറഞ്ഞു. അടുത്തത് ഇറാനോട് തന്നെയാണ് പറയുന്നത്, ഇറാൻ എന്നെ വിളിച്ചായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇറാൻ്റെ പെഷസ്കിയാൻ പറയുന്നു ഇല്ല എന്നെ വിളിച്ചിട്ടില്ല എന്നുള്ളത്. അടുത്തത് പുടിൻ എന്നെ ജീനിയസ് എന്നാണ് വിളിച്ചത്. അപ്പോൾ പുടിൻ പറയുന്നത് അങ്ങനെ വിളിച്ചിട്ടില്ല എന്ന്. അപ്പോൾ ഇങ്ങേര് ലോകത്തിൽ ഇങ്ങനെ കുറേ എന്താ പറയുക, ഇങ്ങനെ കുറേ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് ഞാനാണെല്ലാം ചെയ്തതെന്നുള്ളത്. ഒരു രാജ്യവും ഇന്നേ വരെ ഇങ്ങേര് മുന്നോട്ട് വെച്ച ഒരു അവകാശവാദങ്ങളും ശരിയാണെന്നുള്ളത് ഒരു ഒറ്റ സിംഗിൾ ഇൻസിഡന്റ് പോലും നമുക്ക് കാണാൻ പറ്റത്തില്ല. അങ്ങനെ നടന്നിട്ടില്ല എന്നുള്ളതാണ് എല്ലാവരും പറഞ്ഞേക്കണേ എന്നുള്ളതാണ്. ഇപ്പം അതിൻ്റെ ഇടയ്ക്കാണ് ഈ ലെബനോനിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അറ്റാക്ക്, അതിൽ സീസ് ഫയർ വന്നേ. അപ്പോൾ അത് സീസ് ഫയർ വന്ന സമയത്ത് ഇതേ ഞാൻ എൻ്റെ 9ാമത്തെ യുദ്ധം നിർത്തി എന്നുള്ളത്. എവിടെ വേറൊരു സ്ഥലത്ത് യുദ്ധം തുടങ്ങി മൊത്തത്തിൽ ഈ ഗ്ലോബിനെ മൊത്തം ഒരു സാമ്പത്തികമായിട്ടുള്ളൊരു പ്രശ്നത്തിലേക്ക് കൊണ്ടുപോയിട്ടിട്ടാണ് പുള്ളി പറയുന്നത് ഞാൻ അവിടെ യുദ്ധം നടത്തി, ഞാൻ ഭയങ്കര പീസാണ്, ഞാൻ ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന സമാധാനകാംക്ഷിയാണെന്നാണ് പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത് സമാധാനം, വേറൊരു സ്ഥലത്ത് യുദ്ധം തുടങ്ങി വെച്ചിട്ടാണ് വേറൊരിടത്ത് പോയിട്ട് അവിടെ യുദ്ധം നിർത്തി എന്ന് പറയുന്നത്. എന്തൊരു കഷ്ടമെന്ന് ആലോചിക്കണേ. മാത്രമല്ല ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റിനെ അപ്പാടെ അടിച്ചുകൊണ്ട് പോയിട്ട് ഇപ്പം അമേരിക്കയിൽ എവിടെ പൂട്ടിയിട്ടേക്കുക.
എന്നിട്ട് അവിടെ വേറൊരു പ്രസിഡന്റിനെ വെക്കുകയും അവിടുത്തെ ഓയിൽ ഫീൽഡിനൊക്കെ കൺട്രോൾ എടുക്കുകയും കൂടെ ചെയ്തു. എനിക്ക് വേണമെങ്കിൽ അവിടുത്തെ പ്രസിഡന്റ് ആവാട്ടോ, എനിക്ക് അതിന്റെ പ്രശ്നമൊന്നുമില്ല. ഞാൻ അതിൻ്റെ കൂടെ പ്രസിഡന്റ് ആണെന്ന് പറയുന്നു. ഗ്രീൻലാൻഡിനെ പിടിച്ചടക്കും എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യുന്ന ഒരു മനുഷ്യന് ഒരാളും ഒരു പുൽനാമ്പിന്റെ വില പോലും കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. എന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം ട്രോളി കൊന്നുകൊണ്ടിരിക്കുകയാണ് ഇറാൻ എംബസീസ്, ലോകത്തിലുള്ള മൊത്തം എംബസീസ്. അതായത് സൗത്ത് ആഫ്രിക്കയുടെ എംബസി ട്രോളിയായിരുന്നു ഇറാന്റെ, അതേപോലെ തന്നെ സിംബാബ്വെ ട്രോളിയായിരുന്നു. ഇപ്പൊ ഇത് ഹംഗറി എംബസിയാണ് ട്രോൾ ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ഹൈദരാബാദിൽ നമ്മുടെ ഇന്ത്യയിലുള്ള ഇറാന്റെ എംബസിയും ഇതേപോലെ തന്നെ ഒരു പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് സീരിയസ് ആയിട്ടുള്ള പോസ്റ്റുകളും ഇറാൻ എംബസീസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സൈബർ മേഖലയിൽ ഇങ്ങേരുടെ ട്രൂത്ത് സോഷ്യലിൽ വന്നിട്ടുള്ള പുള്ളി വെച്ചിട്ടുള്ള അവകാശവാദങ്ങളൊന്നും ആരും അംഗീകരിച്ചില്ല എന്നുള്ളതാണ്. അങ്ങനെ നടന്നിട്ടേ ഇല്ല എന്നാണ് പറയുന്നത്. ഇങ്ങനെ ലോകത്ത് ഇത്രയധികം തിരസ്കരിക്കപ്പെടുന്ന, അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഒരു കാര്യം ക്ലെയിം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഒബാമയുടെ കാലത്താണെന്നുണ്ടെങ്കിലും ഇതിന്റെ മുന്നേ ഉണ്ടായിരുന്ന ജോ ബൈഡന്റെ കാലത്താണെന്നുണ്ടെങ്കിലൊക്കെ ഇവരെന്തെങ്കിലും ഒരു അവകാശവാദം മുന്നോട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ട്രൂ ആയിരുന്നു, അത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതിന് എന്തെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. ഇത് രാവിലെ പുള്ളി എണീക്കുന്ന സമയത്ത് ഓക്കെ ഇന്ന് ഇങ്ങനെ ഒരു പോസ്റ്റ് അങ്ങ് ഇട്ടേക്കാം, ഇത് ഇന്ന് ഈ സാധനം ഇവിടെ കിടക്കട്ടെ, ഇത് കത്തും, അങ്ങനത്തെ ഒരു ലെവലിൽ പോയിട്ട് പോസ്റ്റ് ചെയ്യുന്ന പോലെയാണ് ഇതൊക്കെ തോന്നുന്നത്. എന്നിട്ട് ഇതെല്ലാം എടുത്തുകൊണ്ട് വന്ന് കണ്ടിട്ട് ആൾക്കാർ ട്രോളി ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. വേണമെങ്കിൽ എൻ്റെ ചാനലിൽ എനിക്ക് തോന്നുന്നു ഈ ഇറാൻ ഈ വാറിന്റെ പശ്ചാത്തലത്തിൽ ട്രോൾ എന്ന് പറയുന്നത് വേറെ സെഗ്മെന്റ് ആയിട്ട് തന്നെ വേണമെങ്കിൽ ചെയ്യാം. എല്ലാ ദിവസവും ഈ എക്സ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സിൽ ഇഷ്ടം പോലെ സാധനങ്ങൾ വരും. ഇറാൻ എംബസീസ് ഈ ട്രംപിനെ ട്രോളിക്കൊണ്ടിരിക്കുന്ന കുറേ സാധനങ്ങൾ, ഒരു ലോഡ് സാധനങ്ങളുണ്ട്. സിംബാബ്വേൻ്റെയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. സിംബാബ്വേയിൽ ഏതോ നല്ല എന്താ പറയുക സെൻസ് ഉള്ള ആരോ ഒരാളുണ്ടെന്ന് തോന്നുന്നു നല്ല. അപ്പോൾ ഇങ്ങനെ കാരണം സിയാറ ലിയോണിലുള്ള കുറേ സിയാറ ലിയോണിന്റെ ഉള്ള ഇറാൻ എംബസി ഇതേപോലെ തന്നെ ട്രോളുന്നുണ്ട്. അതേപോലെ തന്നെ ഇറാൻ എംബസി ഇൻ ഘാന അവരും ട്രോളുന്നുണ്ട്. പിന്നെ കുറച്ച് സീരിയസ് കണ്ടന്റുകൾ വരുന്നുണ്ട്. ഇപ്പൊ ഘാനയിൽ എഴുതുന്നുണ്ട് ഡിയർ വേൾഡ്, ദ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് ഇസ് അണ്ടർ ന്യൂ മാനേജ്മെന്റ് അൺടിൽ ദ വാർ ഫുള്ളി എൻഡ്സ്. പാസേജ് ഫീസ് അപ്ലൈ സെക്യൂരിറ്റി ആൻഡ് എൻവയോൺമെന്റൽ കീപ് ബ്ലോക്കേഡ് സീസ് ഫയർ ബ്രോക്കൺ ഹോസ്റ്റാലിറ്റി നോ പാസേജ് നോട്ട് ഈവൻ എ സിൽവർ താങ്ക് യു ഫോർ യുവർ അണ്ടർസ്റ്റാൻഡിങ്. അങ്ങനെ ഇവരെല്ലാം ഈ സാധനങ്ങൾ പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള. അപ്പൊ ഇവര് പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അത് റിയാലിറ്റിയിൽ അങ്ങനെ നടക്കുന്നതായിട്ട് നമുക്ക് കാണാന്നുള്ളതാണ്. അപ്പോൾ എന്താ ട്രംപ് ഒരു സാധനം ട്രൂത്ത് സോഷ്യലിൽ ഇട്ട് കഴിഞ്ഞാൽ പുള്ളി നേരം വെളുത്ത് നീച്ചപ്പോൾ തോന്നി എന്തോ ഒരു സാധനം ഇട്ടു, അത്രേ ഉള്ളൂ അതിന്റെ വില എന്നുള്ളതാണ്.